ശ്രീരാമായ നമോ നമ. സർഗം 25, യുദ്ധകാണ്ഡത്തിലെ 25. ശുഗസാരണ സംപ്രേഷണം എന്നുള്ള സർഗമാണ്. സീതാരാമ ഗുണാരാമ പുണ്യാരണ്യ നിവാസിനോ വന്ദേ വിശുദ്ധ വിജ്ഞാനവും കവീശ്വര കവീശ്വരവും. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ സേതു കെട്ടി ശ്രീരാമൻ അങ്ങനെ ലങ്കാപുരം എത്തിയ നേരത്ത് ഇവിടെ എന്ത് സംഭവിച്ചു, രാവണന്റെ അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറയണം. സബലേ സാഗരം തീർന്നേ രാമേ, ദശരഥാത്മജനായിരിക്കുന്ന രാമൻ ബലത്തോടുകൂടി സാഗരം കടന്നു കഴിഞ്ഞ സമയത്ത്, സാഗരം മുഴുവൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, അപ്പോഴും ബലം അങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അമാത്യോ രാവണ ശ്രീമാൻ അബ്രവിൽ ശുഗസാരണോ. രാവണന്റെ അമാത്യന്മാർ, ഭൃത്യന്മാർ, ദൂതന്മാർ എന്നൊക്കെ അർത്ഥം. മന്ത്രി എന്നുള്ള എല്ലാപ്പോഴും അർത്ഥമില്ല, ഇവിടെ ദൂതന്മാർ എന്നുള്ള അർത്ഥം. അവരെ നോക്കിയിട്ട് രാവണൻ പറയണം, സേതുവിലൂടെ രാമനും സൈന്യവും ലങ്കാതീരത്ത് എത്തിയിരിക്കുന്നു. മുൻപ് ആരും ചെയ്യാത്ത കടൽപ്പാലം കിട്ടിയതാ രാമനും കൂട്ടരും എത്തിയിരിക്കുന്നു. വാനരബലത്തെക്കുറിച്ച് എനിക്കറിയണം. നിങ്ങൾ വേഷപ്രച്ഛന്നരായി ആ സൈന്യത്തിൽ പ്രവേശിച്ച് ആ വാനരസേനയുടെ എണ്ണം, ശക്തി, മന്ത്രിമാര് വെവ്വേറെ, രാമന്റെ മന്ത്രിമാരാരൊക്കെയാ, സുഗ്രീവന്റെ മന്ത്രിമാരാരൊക്കെയാ എന്നതും മുൻനിരയിൽ നിൽക്കുന്ന വാനര നായകന്മാർ ആരൊക്കെയാണ്, അവരുടെ ബലം എന്താണെന്നും, സേതു എങ്ങനെയാണ് അവരെ കെട്ടിപ്പടുത്തത് എന്നും, ഇവരൊക്കെ എവിടെ തമ്പടിക്കുന്നു എന്നും, രാമന്റെയും ലക്ഷ്മണന്റെയും ഉള്ളിലിരിപ്പ് എന്താണ്, കായിക ശക്തി, സേനാപതി ആരാണ്, ഇതൊക്കെ അറിഞ്ഞ് വേഗം തിരിച്ചു വരൂ. ഇത് കേട്ട് ശുഗനും സാരണനും കുരങ്ങന്മാരുടെ വേഷം ധരിച്ച് കുരങ്ങന്മാരായിട്ട് മാറി സേനയിൽ കടന്നുകൂടി. അവർക്ക് സൈന്യത്തിന്റെ കണക്കെടുപ്പൊന്നും നടത്താൻ സാധിച്ചില്ല. എന്നുവെച്ചാൽ അത്രയും സൈന്യം പരന്നു കിടക്കണം. ആ വാനരപ്പരപ്പ് മലമുകളിലുകളിൽ, കാട്ടരുവിക്കരകളിൽ, ഗുഹകളിൽ, കടൽക്കരയിൽ, പൂന്തോപ്പുകളിൽ, സേതുവിനപ്പുറം കടൽ കടക്കാൻ തയ്യാറായി അങ്ങനെ നീണ്ടു കിടക്കുന്നു. സേതു കൂടെ അപ്പോഴും ഇങ്ങനെ വാനര സൈന്യം കിടക്കണം. ഭാരത ഭാഗത്ത് അപ്പോഴും ഉണ്ട് കുരങ്ങന്മാരുടെ നിര. സേതു കൂടെ മുഴുവൻ കടന്നു കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കപിബലം തിട്ടപ്പെടുത്താൻ വെമ്പുന്ന കപിരൂപധാരികളായ ശുഗസാരണന്മാരെ മഹാവീരനായ വിഭീഷൺ കണ്ടറിഞ്ഞ് പിടിച്ചു കൊണ്ടുവന്നു. ശ്രീരാമസമക്ഷം എത്തിച്ച് പറയാണ്, ഹേ പ്രഭു, ഇവർ ലങ്കയിലെ ചാരന്മാരാണ്, ശുഗനും സാരണനും. ശ്രീരാമൻ അവരെ നോക്കി, ഇപ്പോൾ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പിച്ച് വ്യസനിച്ച് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന അവർ രാമസമക്ഷം അറിയിച്ചു, ഹേ സൗമ്യ, ഞങ്ങൾ ശത്രുബലം അറിയാൻ രാവണ ചക്രവർത്തിയാൽ പറഞ്ഞ് അയക്കപ്പെട്ടവരാണ്. സർവഭൂതങ്ങളിലും ദയചൊരിയുന്ന രാമചന്ദ്രനാകട്ടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എല്ലാം കണ്ട് മനസ്സിലാക്കിയല്ലോ നിങ്ങൾ. ഇനി എന്തെങ്കിലും കാര്യഗ്രഹണം ബാക്കിയുണ്ടെങ്കിൽ ഇതാ ഈ വിഭീഷണൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ മരണത്തെപ്പറ്റി ഭയപ്പെടേണ്ട. ദൂതന്മാർ ആയുധം വെച്ചവരോ ധരിച്ചവരോ ആയാലും കൊല്ലപ്പെടാൻ പാടില്ലാത്തവരാണ്. നിങ്ങളെല്ലാം മനസ്സിലാക്കി ലങ്കയിലെത്തി രാക്ഷസപ്രഭുവിനോട് ഒക്കെ പറഞ്ഞു കൊടുക്കൂ. കൂടെ എൻ്റെ ഈ സന്ദേശവും പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ്റെ രാവണനോടുള്ള സന്ദേശം അവർ വഴിക്ക് പറഞ്ഞയക്കണം. ശ്രീരാമചന്ദ്രൻ സന്ദേശത്തിൽ പറയുന്നു, രാവണ, ഏതൊരു വീര്യത്തെ അവലംബിച്ചാണോ താങ്കൾ എൻ്റെ സീതയെ അപഹരിച്ചത്, ആ വീര്യം ഇനി ഇവിടെ വന്ന് കാട്ടൂ. ഒറ്റയ്ക്കല്ല, ബന്ധുക്കളോടും സൈന്യത്തോടും ഒക്കെ കൂടി വന്ന് എല്ലാം കൂടി ചേർന്ന് വന്നിട്ട് കാണിക്കൂ. താങ്കളുടെ ആ ബലം നാളെ കാലത്ത് എൻ്റെ ശരങ്ങളിൽ തകർക്കപ്പെടാൻ തുടങ്ങും. മഹേന്ദ്രൻ അസുരപ്പുടയ്ക്ക് നേരെ വജ്രം പ്രയോഗിക്കുന്ന പോലെ നാളെ ഞാൻ എൻ്റെ കോപം നിങ്ങൾക്ക് നേരെ അഴിച്ചുവിടും എന്നതുകൂടി അറിയിക്കൂ എന്ന് പറഞ്ഞ് അവര് വിടുവിച്ചു. ശുഗസാരന്മാര് തിരിച്ച് രാവണന്റെ അടുത്തെത്തി പറയാണ്, അല്ലേ രാക്ഷസേശ്വര, ഞങ്ങളെ കണ്ടുപിടിച്ച് കൊല്ലാൻ പുറപ്പെട്ട വിഭീഷണനെ തടഞ്ഞ് അമിതബലശാലിയായ ശ്രീരാമചന്ദ്രൻ വെറുതെ വിട്ടു. ലോകപാല സമന്മാരായ ആ 4 മഹാപുരുഷന്മാരെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടു. ആരാണവര്?
ശ്രീമാനായ രാമചന്ദ്രപ്രഭു തന്നെ ഒന്ന്, ലക്ഷ്മണകുമാരൻ, വിഭീഷണൻ, മഹാവീരനായ സുഗ്രീവൻ, ഈ 4 പുരുഷന്മാരും ചേർന്നാൽ തന്നെ എന്താ കഥ. ഇവർ 4 ചേർന്നാൽ തന്നെ ലങ്കയുടെ കഥ കഴിഞ്ഞു. പിന്നെ അസംഖ്യം വാനരപ്പട വേറെയുമുണ്ട്. ശ്രീരാമചന്ദ്രന്റെ രൂപം, ആയുധങ്ങൾ ഒക്കെ കണ്ടാൽ അദ്ദേഹം ഒറ്റയ്ക്ക് മതി ഇവിടെ വന്ന് തകർത്ത് തരിപ്പണമാക്കാൻ എന്ന് മനസ്സിലാക്കും. അതുപോലെ മറ്റു മൂവരും കൂടി ആകുമ്പോൾ ആലോചിക്കേണ്ടതില്ല. പിന്നെ വാനരസേനയുടെ കഥ പറയുകയാണെങ്കിൽ, ഇന്ന് ആ വാനരസേന ദേവന്മാരാലോ അസുരന്മാരാലോ പോലും ജയിക്കാൻ കഴിയാത്ത അത്ര ദുർധർഷമാണ്. അങ്ങോട്ട് അടുക്കാൻ വയ്യാത്ത അത്രയും ബലത്തോടു കൂടിയവരാണ് അല്ലേ. അതാണ് ഈ രാക്ഷസാധിപ എന്ന് പറഞ്ഞവർ ഈ തൽക്കാലം നിർത്തുകയാണ്. പ്രഹഷ്ടയോധാധ്വജിനിം മഹാത്മനാം മനൗകസാം സംപ്രതി യുദ്ധമിച്ഛതാം. അങ്ങനെ മതിച്ച് യുദ്ധത്തിന് തയ്യാറായിട്ടുള്ള യോദ്ധാക്കളോടുകൂടി ആ ധ്വജിനിയുണ്ടല്ലോ, വാനര സൈന്യം, അത് കണ്ടാൽ തന്നെ യുദ്ധം മതിയാക്കാൻ തോന്നും. അലം വിരോധേന ശമോ വിധീയതം. യുദ്ധമല്ല ഇവിടെ, സന്ധ്യയാണ് നല്ലത്. അത് കാരണം ശമോ വിധീയതം, ശമമാണ് ഇവിടെ വേണ്ടത്. യുദ്ധത്തിനൊന്നും പുറപ്പെടാതെ പ്രതീയതാം ദാശരഥായ മൈഥിലി. ദാശരഥി എന്നും ദാശരഥൻ എന്നും വേണമെങ്കിൽ പറയാം. ദാശരഥനായ ആ ശ്രീരാമചന്ദ്ര പ്രഭുവിന് മൈഥിലി പ്രതീയതാം, മൈഥിലി തിരിച്ചു കൊടുക്കൂ എന്ന് ശമമാണ് ഇവിടെ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൽക്കാലം ഇവർ അവിടെ അവരുടെ രാവണനോടുള്ള വാക്യം അവസാനിപ്പിക്കുന്നത്. ഇത് കേട്ട് രാവണൻ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് അടുത്ത സർഗത്തിൽ നോക്കാം. ഹത്വാ യുദ്ധേ ദശാസ്യം ത്രിഭുവന വിഷമം വാമഹസ്തേന രാപം ഭൂമാവഷ്ടഭ്യതിഷ്ഠന്നിതരകരധൃതം ഭ്രാമയൻ ബാണം ഏകം ആരക്തോപാന്തനേത്ര ശരദളിതവപു കുടിസൂര്യപ്രകാശ വീരശ്രീബന്ധുരാംഗ ത്രിദശപതിനുത പാതുമാം വീരരാമ. ശ്രീരാമ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്